Greetings to you in the name of our Lord and Savior Jesus Christ. For today's meditation, please turn to Colossians chapter 4 verse 6. Let your speech always be gracious, seasoned with salt, so that you may know how you ought to answer each person. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. 2025 ആണ്ടിൻ്റെ വലിയ നോമ്പിലെ ഈ ദിനങ്ങൾ നമുക്ക് അനുഗ്രഹമാക്കി ദൈവം തന്നതോർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വലിയ നോമ്പിൻ്റെ അവസാനത്തിലേക്ക് നാം എത്തുമ്പോൾ ദൈവം പുതിയ കൃപകളോടുകൂടി നമ്മെ തുടർന്നുള്ള ആയുസ്സിൻ്റെ നാളുകൾ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി വേർതിരിച്ചിരിക്കുന്നത് നമ്മളുടെ വാക്കുകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഹൗ വി ഷുഡ് സ്പീക്ക് ടു അതേഴ്സ്. ഇത് വളരെ വ്യക്തമായി സെയിൻറ്റ് പോൾ കൊലോഷ്യയിലെ വിശ്വാസികളോട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, യുവർ സ്പീച്ച് ഓൾവേസ് ബി ഗ്രേഷ്യസ് ആൻഡ് സീസൺ വിത്ത് സോൾട്ട്. കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും. നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതോ വേദനപ്പെടുത്തുന്നതോ ആയിരിക്കുവാൻ പാടില്ല. പിന്നെയോ അവർക്ക് ആശ്വാസവും അവരുടെ വേദനയ്ക്ക് ശമനവും അവരെ അനുഗ്രഹിക്കുന്നതുമായ വാക്കുകൾ ആയിരിക്കണം. പലപ്പോഴും ദേഷ്യത്തിലും മറ്റ് വികാരാനുഭവത്തിലും മറ്റുള്ളവരെ കേഴ്സ് ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. ശാപവാക്കുകൾ പലപ്പോഴും നമ്മളിൽ നിന്ന് ഉണ്ടാകുവാൻ ഇടയാകുന്നു. എന്നാൽ ഇവിടെ പറയുന്നു, നമ്മുടെ വാക്കുകൾ രുചി ഉള്ളതായിരിക്കണം. ടേസ്റ്റ്ഫുൾ വേർഡ്സ്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. വേഴ്സ് 5 says, walk in wisdom towards outsiders, making the best use of the time. സമയം തക്കത്തിന് ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുക. നമുക്ക് ലഭിക്കുന്ന സമയം വളരെ ചുരുങ്ങിയതാണ്. വി ഹാവ് ഓൺലി എ ഷോർട്ട് ടൈം. എന്നാൽ ആ സമയം ഏറ്റവും ഉപയോഗപ്രദമായി യൂസ്ഫുള്ളായി നാം ഉപയോഗിക്കണം. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ആയുസ്സും ഒരു ചെറിയ ആയുസ്സാണ്. നമ്മളുടെ കുടുംബമെന്ന് പറയുന്നത് ഒരു ചെറിയ കുടുംബമാണ്. നമ്മുടെ സ്നേഹിതരെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു കൂട്ടമാണ്. എ സ്മോൾ ഗ്രൂപ്പ് അറൗണ്ട് us. അതുകൊണ്ട് അവരോട് നമുക്ക് സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി പെരുമാറുവാനായിട്ട് സാധിക്കണം. വി ഷുഡ് ടോക്ക് ടു അതേഴ്സ് വിത്ത് റെസ്പെക്റ്റ് ആൻഡ് ലവ്. നമുക്ക് അപ്രകാരം പ്രവർത്തിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നത്. അതുകൊണ്ട് ഈ വലിയ നോമ്പ് നാം ആഘോഷിച്ച ശേഷം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഓരോരുത്തരും പറയുന്ന വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകളായിരിക്കണം. നമ്മുടെ ഗ്രീറ്റിങ്സ് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും നാം മറ്റുള്ളവരെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ചിരിക്കുന്ന മുഖത്തോടുകൂടി മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആ ഗ്രീറ്റിംഗ് നമ്മൾ ഏറ്റവും സന്തോഷത്തോടുകൂടി ചെയ്യുമ്പോഴാണ് അത് നമ്മൾക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ട് കൃപയോട് കൂടിയ വാക്കുകൾ പരസ്പരം പറഞ്ഞ് കൃപയോടുകൂടി മറ്റുള്ളവരോട് ഇടപെടുവാൻ നമ്മുടെ ബന്ധുക്കൾ, റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി എല്ലാവരോടും ഇടപെടുവാനും അങ്ങനെ നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും അനുഗ്രഹമായി തീരുവാനും ഈ ആയുസ്സിലും തുടർന്നുള്ള നാളുകളിലും ദൈവം നമ്മെ സഹായിക്കട്ടെ. God bless you all. Dearly beloved in Christ, once again greetings and thank you all for being with us all through the 50 days, giving the short meditations in the morning. I want to thank all the youth office bearers, especially Jinsi and the team, for editing and make the preparations to broadcast the meditations on time
as a blessing to everyone. And also those who helped in this, all the members and all the youth and seniors for being a part of this year's Lent meditation. Thank you once again. God bless you all.